അപ്പോൾ എല്ലാവരുടെയും ഇപ്പോൾ നമ്മളുടെ കണ്ടുവരുന്നൊരിതുണ്ട്, ആർട്ടിസ്റ്റ് ബേസ് വാല്യൂ ഉള്ള പടങ്ങൾക്ക് മാത്രം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുണ്ട്. സ്ക്രിപ്റ്റ് ബേസ് ആരും നോക്കത്തില്ല, പക്ഷേ ഇത് സ്ക്രിപ്റ്റ് അടിപൊളി സ്ക്രിപ്റ്റാണ്, നല്ലൊരു ത്രില്ലറാണ്. അപ്പോൾ എല്ലാവരും അപ്കമിങ് ആർട്ടിസ്റ്റിനെ ഫിലിം മേക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. എല്ലാവരും ഉറപ്പായി തിയേറ്ററിൽ നിന്ന് പടം കാണുക, സപ്പോർട്ട് ചെയ്യുക. എനിക്കും ഒരുപാട് സന്തോഷം. ഇത് എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനൊരു പടത്തിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന്. ശരിക്കും ഒരു പടത്തിൻ്റെ പേര് പോലെ തന്നെ കുരുക്കാണ്, മൊത്തത്തിൽ കുരുക്കാണ്. ഫസ്റ്റ് ഹാഫ് വരെ നമ്മളിങ്ങനെ വിചാരിക്കുന്നത് ഏതാണ് സംഭവം ആദ്യമൊന്നും പിടിയിട്ടില്ല. പക്ഷേ ക്ലൈമാക്സ് എത്തുമ്പോൾ വളരെ നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് എടുത്തൊരു സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. നല്ലൊരു പടമാണ്, ഒരിക്കലും ഡൗൺ ആയിട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. നല്ലൊരു സിനിമയാണ്. എന്തായാലും എന്താ പറയുക, ഫസ്റ്റ് ആദ്യത്തെ ഒരു സിനിമ എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ്. പിന്നെ എല്ലാവരുടെയും കൂടെ വന്നിരുന്ന് കാണാൻ കഴിയുന്നു, ക്രൂവിൻ്റെ കൂടെ. പിന്നെ അല്ലാതെ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതി നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലോ ആയിട്ട് അങ്ങനെ ആ മൂവി കണ്ടുകൊണ്ടേ ഇരിക്കാൻ നമുക്കങ്ങനെ തോന്നും. പെട്ടെന്ന് സമയം പോകുന്നത് അറിയില്ല, അതിൻ്റെ ഒരു ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോകും. പക്ഷേ ട്വിസ്റ്റുകളോടുകൂടി ഇങ്ങനെ ഒരു ട്വിസ്റ്റ് കഴിഞ്ഞ് വീണ്ടും ഒരു ട്വിസ്റ്റ്, നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് തന്ന ലാസ്റ്റിൽ വലിയൊരു ട്വിസ്റ്റിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ക്ലൈമാക്സ് പറഞ്ഞല്ലോ, ഒരിക്കലും റെപ്പറ്റീഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യാത്തൊരു മൂവിയാണ്. ക്രൈം ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ ഒരു കുരുക്കെന്ന് പറഞ്ഞ സിനിമ നിങ്ങളെല്ലാവരും വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എല്ലാവരും കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. പേഴ്സണലി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ സിനിമ കാണാൻ ഒരിക്കലും ബോറടിക്കാത്ത ഒരു രീതിയിൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാവരും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പടത്തിൽ കുരുക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ചെറിയ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് പൂർണ്ണമായിട്ട് സിനിമ കാണുന്നത്. വളരെ നന്നായിട്ടുണ്ട്. അല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അതുകൊണ്ട് തന്നെ അതിലെ ട്വിസ്റ്റുകളും മറ്റു കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. ഇതൊരു കുഞ്ഞു സിനിമയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ട് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടുത്ത ആൾക്കാരിലോട്ടും കാണണം എന്ന് പറയണം. കാരണം നമ്മളെപ്പോലുള്ള പുതിയ ആൾക്കാർ നിങ്ങളാണ് മുന്നോട്ട് കൊണ്ടുവരാനുള്ളത്. എന്തായാലും പടം എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉള്ള മൂവിയാണ്, ഉറപ്പായും കാണണം. അവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റോറി കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ നമുക്ക് ബോറിംഗ് ആയിട്ടൊന്നും തോന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ വിചാരിച്ചിരിക്കാത്ത ഒരു ക്ലൈമാക്സ് ഒക്കെ, പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ നമ്മൾ വിചാരിച്ചിരിക്കാത്ത ഒരു ക്ലൈമാക്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇത് കിട്ടും. നമ്മൾ നേരത്തെ ആരാണ് ചെയ്തത് അല്ലെങ്കിൽ ആരാണ് കൊലയാളി എന്ന് നമുക്കൊരു ഹിൻഡ് കിട്ടിയാൽ പിന്നെ നമ്മൾ ആ ഒരു ത്രില്ലറിൻ്റെ അതങ്ങ് പോകും. ഇതങ്ങനെയൊന്നുമില്ല. ലാസ്റ്റ് നമുക്ക് ആ ഒരു ഇതിലോട്ട്, അതെ, അവസാന നിമിഷം വരെ ആ സസ്പെൻസ്, സിനിമയുടെ ഒരു ലാസ്റ്റ് 5 മിനിറ്റോ 2 മിനിറ്റിലൊക്കെ ആ ഒരു റിവീൽ ആവുള്ളൂ ആരാണ് ചെയ്തതെന്നുള്ള. പിന്നെ എല്ലാം ഒരു പുതിയ ആൾക്കാരായതുകൊണ്ട് അവരവരുടെ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്. അതിന് അവരെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. പിന്നെ അഭിനയമൊക്കെ അതിലെ മെയിൻ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ TV സീരിയലിലെ താരങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ ചില കഥയുടെ ഗതിയൊക്കെ തിരിച്ചുവിടുന്ന കഥാപാത്രങ്ങളൊക്കെ എന്താ പറയുക, കുറേ ചെറിയ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ ഫസ്റ്റ് മൂവി ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇവിടെ തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു മാക്സിമം അഭിനയിച്ചിട്ടുള്ള. അപ്പോൾ അവരുടെ എല്ലാ ഇടയിലിരിക്കുന്നതുകൊണ്ട് ഭയങ്കര അവരെയൊക്കെ ചിലപ്പോൾ അവരൊക്കെ ഒരു സീനിലൊക്കെ ആയിരിക്കും ഉണ്ടായിരുന്നത്. അവരുടെ ആ ഒരു ആവേശവും അവരെയൊക്കെ സ്ക്രീനിൽ കാണുമ്പോൾ അവരുടെ സന്തോഷം നമ്മൾ നേരിട്ട് അനുഭവിച്ചറിയാൻ പറ്റും. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ക്രൈം ത്രില്ലറാണ്. കുറച്ച് കൊലപാതകങ്ങൾ അത് അന്വേഷിക്കുന്നതായിട്ട് ഉള്ള ആ ഒരു ഇത് വെച്ചിട്ട് അവർ എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മെസ്സേജൊന്നുമല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. അത് കുഴപ്പമില്ലാതെ അവർ ചെയ്തിട്ടുണ്ട്. ആ തിരക്കഥ അതിനനുസരിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റിൽ ചെയ്യുമ്പോൾ എന്തൊക്കെയോ പോരാ, എല്ലാവരും ആ ഒരു വീഴ്ചകളിൽ നിന്നല്ലേ പഠിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അല്ലാതെ നമുക്ക് നല്ല ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം. ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്രൈം ത്രില്ലർ, സസ്പെൻസ് ത്രില്ലർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ ഒരു അവസാന ക്ലൈമാക്സ് നമ്മൾ വിചാരിക്കാത്തവരിടത്ത് എത്തിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇഷ്ടപ്പെടാം. അത് ഈ സിനിമയിൽ കിട്ടുന്നുണ്ട്. നമുക്ക് വിചാരിച്ചിരിക്കാത്ത ഒരു ക്ലൈമാക്സ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് അവസാന നിമിഷം വരെ നമുക്ക് ആരാണ് എന്നുള്ള ചിന്തയിലിരിക്കുന്നതുകൊണ്ട് നല്ലതെന്ന് തന്നെ പറയാം സിനിമ.